സംഭവം വേറൊന്നുമല്ല, നമ്മുടെ കാനഡയുടെ കൊമേഴ്സ്യൽ ക്യാപിറ്റൽ ആയിട്ടുള്ള ടൊറന്റോ എന്ന നഗരം, ഞങ്ങളുടെ സ്വന്തം ടൊറന്റോ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇന്ന് നിങ്ങളെ എല്ലാവരും. Jane? Excited? This is so good. എത്രമാത്രം ആൾക്കാരാ റോഡ് ക്രോസ് ചെയ്ത് പോണെന്ന് നോക്കി, എന്നെ രസമല്ലേ. ഹായ്, ഹൈവേ ലോക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ കണ്ടില്ലേ, ഞങ്ങൾ വീട്ടില് എല്ലാവരും ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ കാനഡയുടെ കൊമേഴ്സ്യൽ ക്യാപിറ്റൽ ആയിട്ടുള്ള ടൊറന്റോ എന്ന നഗരം, ഞങ്ങളുടെ സ്വന്തം ടൊറന്റോ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇന്ന് നിങ്ങളെ എല്ലാവരും. അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതുവരെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ അമേരിക്കയുടെ പല നഗരങ്ങളും നടന്ന് കാണിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം നഗരമായിട്ടുള്ള ടൊറന്റോ കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ടൊറന്റോ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു 2 ദിവസം, ഇന്ന് രാത്രി അവിടെ താമസിച്ച് ഇന്ന് പകലും നാളെ രാത്രി വരെയും ഫുൾ ടൈം എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്നാ പറ്റിയ റിമോട്ട് താഴെ പോയതാ. ഓക്കെ, അപ്പം അങ്ങനെ ടൊറന്റോയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവരാൻ പോകുന്നത്. എല്ലാ വിശേഷത്തിനും എനർജി വേണ്ടേ? ഈ മാത്തുക്കുട്ടി ബേക്കഡ് ഇത് ഉണ്ടാക്കുന്ന അല്ലാതെ ഇതും കൂടെ ഒന്ന് കാണും. ഞാൻ പുട്ടും മുട്ടയും ഉണ്ടാക്കിയിട്ടുണ്ട്, വായോ. അതാണ്ട് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ടൊറന്റോയ്ക്ക് പോകുന്നതിന് മുമ്പ് രാവിലെ പുട്ടും പൊട്ടിച്ചിട്ട മുട്ടക്കറിയാണ് കറി. പൊട്ടിച്ചിട്ട മുട്ട തൊണ്ട് പൊട്ടിച്ചിട്ട മുട്ടതേ ഒരു ഇച്ചിരി കലങ്ങിപ്പോയല്ലേ. തകർന്നു പോകല്ലേ. 2 മുട്ടയല്ലേ അപ്പൊക്കെ. Orange, peach and mango. Papa, do you like my nails? കൊള്ളാമല്ലോ സാധനം. അപ്പൊ എല്ലാരും ടൊറന്റോയ്ക്ക് പോകാൻ വേണ്ടിട്ട് എക്സൈറ്റഡ് ആണ്, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം വേറൊന്നുമല്ല, എല്ലാ മെയിൻ ഇപ്പം ഇവിടുത്തെ എന്നാ വെക്കേഷൻ ആയിരുന്നു? സമ്മർ വെക്കേഷൻ അല്ലേ? സമ്മർ വെക്കേഷൻ ആണ് ഇവിടുത്തെ സ്കൂളുകളിലെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സാധനം. അപ്പൊ അത് 2 മാസം അല്ലേടി? ആ 2 മാസം ഇത് കഴിഞ്ഞ് ശരിക്കും നാളെ സ്കൂള് തുറക്കും. പക്ഷെ അപ്പം സാധാരണ ഇതിൽ ഇവിടുന്ന് പിള്ളേരെ കൊണ്ട് എല്ലാവരും എവിടെയെങ്കിലും ഒരു വലിയ വെക്കേഷനൊക്കെ എടുക്കുവേ. അപ്പം നമ്മൾ ഈ കൊല്ലം നമുക്ക് അങ്ങനെ ഒരു വലിയ വെക്കേഷൻ എടുക്കാൻ പറ്റില്ല. എന്നാലും നമ്മൾ ചെറിയ ചെറിയ ഔട്ടിംഗ് ഒക്കെ കൊച്ചിനെ കൊണ്ടുപോയി. പക്ഷെ എന്നാലും ഞങ്ങൾ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്രാവശ്യം ടൊറന്റോ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം കാനഡയിൽ വന്നിട്ട് ഏകദേശം 10 കൊല്ലം ആയെങ്കിലും ടൊറന്റോ ഡൗൺ ടൗൺ എന്തായാലും അത്യാവശ്യത്തിന് ഇപ്പം നമ്മുടെ ഇന്ത്യൻ കോൺസുലേറ്റിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ടൊറന്റോയിൽ പോകുന്നുള്ള അല്ലാതെ നമ്മളങ്ങനെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ 1-2 റെസ്റ്റോറൻറ്റുകളിൽ പോയിട്ടുണ്ട്. അല്ലാതെ അങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടൊറന്റോ ഡൗൺ ടൗണിലേക്ക്, കാരണം അവിടുത്തെ തിരക്കും ഈ പാർക്കിങ്ങിനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാമെങ്കിൽ നമ്മളത് അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. അപ്പം എന്തായാലും അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു സാധനം നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെ കൂടുതലായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാം എന്നൊക്കെ. നല്ലൊരു ഹോട്ടലാണ് ബുക്ക് ചെയ്തേക്കുന്നത്, അതൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടുത്താം. പക്ഷേ ഇന്നത്തെ ഈ ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് വേറൊരു കാര്യമുണ്ട്. സംഭവം വേറൊന്നുമല്ല, ഇത് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു കവർ ഉണ്ടോ, ഈ കവർ നിങ്ങളെ പരിചയപ്പെടുത്തണം. ഈ കവറിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല പ്രത്യേകത കാണിക്കണതിന് മുമ്പ് വേറെ കാര്യം പറയട്ടെ. സംഭവം വേറൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഒക്കേഷൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പം വനിതാ ദിനോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഡേയോ അല്ലാന്നുണ്ടായി ഇപ്പം നമ്മുടെ പാർട്ട്ണറുടെ ബർത്ത്ഡേയോ നമ്മുടെ തന്നെ ബർത്ത്ഡേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലും വലിയ കാര്യമായിട്ട് എടുക്കാത്ത ചിലരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ലേ? ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ വിമൻസ് ഡേ വന്നു കഴിഞ്ഞാൽ ഇപ്പം എന്താ ആരും വിഷ് ചെയ്തില്ലല്ലോ എന്ന് ഇപ്പം വീട്ടിൽ നിന്ന് അമ്മച്ചിയാണേലും അല്ല ഇവിടുന്ന് ആരേലും ഒക്കെ ആണേലും അല്ലെ ഫ്രണ്ട്ഷിപ്പ് ഡേ വന്നിട്ട് ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷ് ചെയ്തില്ലല്ലോ എന്ന് ആരെങ്കിലും ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ അന്നാണോ അല്ല അന്ന് മാത്രമാണോ നിങ്ങളുടെ ഫ്രണ്ട്, അല്ല ഇന്നൊരു മാത്രമാണോ ഞാൻ നിങ്ങളെ സ്നേഹിക്കണ്ടേ എന്ന് ചിന്തിക്കുന്ന അല്ലെ എന്ന് സംസാരിക്കുന്ന ഒരാളെ എല്ലാ ദിവസവും അങ്ങ് നമ്മൾ നോർമലായിട്ടല്ലേ പെരുമാറുന്നത്, അല്ലെ സ്നേഹത്തോടെ അല്ലേ പെരുമാറുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരാളുണ്ടല്ലോ. അല്ലെ ബർത്ത്ഡേ ഒക്കെ ഇതെന്താ ഇത്ര വലിയ ബർത്ത്ഡേ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പൊ നീനൂസ് ആണേലും പിങ്കിമോൻ ആണേലും സ്പെഷ്യൽ കെയർ എല്ലാ പരിപാടികൾക്കും എടുക്കാറുണ്ട് കേട്ടോ, അവരുടേതായ രീതി ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ അത്ര എഫേർട്ട് എടുക്കാറില്ല. പക്ഷെ ഇപ്രാവശ്യത്തെ ഫാദേഴ്സ് ഡേ, ഇത് ഏതിന്റെ ആയിരുന്നു? ഫാദേഴ്സ് ഡേ അല്ലേ? ഫാദേഴ്സ് ഡേ കഴിഞ്ഞു പോയിട്ട് കുറച്ച് നാളായെന്നുണ്ടെങ്കിലും അന്നുണ്ടല്ലോ നമ്മൾ ജോലി കഴിഞ്ഞ് വരുന്ന ഒരു ദിവസമായിരുന്നു. അപ്പൊ അന്ന് രാത്രി ഇവർ പ്രത്യേക എഫേർട്ട് എടുത്ത്
കുറെ ഗിഫ്റ്റുകൾ മേടിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി ഇവർ അതിനെടുത്ത് ഒരു എഫർട്ട് ഉണ്ട്. ഇത് ഓരോ ഗിഫ്റ്റും സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ കടയിൽ പോയി ഒരു സാധനം മേടിച്ച് പൊതിഞ്ഞു വെക്കുന്നതിനേക്കാൾ ഉപരി. അപ്പൊ അതൊക്കെയാണ് ഇത് കാണിക്കാന്ന് വെച്ചത് കേട്ടോ. അപ്പം എനിക്ക് അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അത് പ്രസന്റ് ചെയ്ത അന്ന് ഇവർ എത്രമാത്രം സ്പെഷ്യലായിട്ട് എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ വലിയ ഇമോഷണൽ മനുഷ്യനെ അല്ലാത്തത് കൊണ്ട് തന്നെ എന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ എത്രമാത്രം എഫർട്ട് എടുത്തു എന്നുള്ളത് കണ്ട്. അതൊന്നും ഇവർ വീഡിയോ എടുത്തില്ല കേട്ടോ, ഡോക്യുമെന്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്നാ പറയുന്നത്, ഇപ്പം നമ്മളിപ്പോൾ വ്ളോഗ് ചെയ്യുന്ന പോലെ ഇവർ വ്ളോഗ് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് അന്നത്തെ ദിവസത്തെ കുറച്ച് ക്ലിപ്പിംഗ്സ് ഒക്കെ ഞാൻ ഇതിന്റെ സൈഡിൽ കൂടെ കാണിക്കാം. ഇപ്പൊ കണ്ടില്ലേ എത്രമാത്രം സ്പെഷ്യൽ ആയിട്ടാണ് ഒരു ഫാദേഴ്സ് ഡേ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അന്ന് ശരിക്കും എനിക്ക് കുറ്റബോധം തോന്നി കേട്ടോ. കാരണം ഇങ്ങനത്തെ സ്പെഷ്യൽ ഡേയ്സിലൊന്നും ഞാനൊരു എഫർട്ട് എടുത്തില്ലല്ലോ. ഇത്രയും വർഷങ്ങളായിട്ട് ഇവർ എത്രമാത്രം എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എഫർട്ട് എടുക്കുന്നു എന്നുള്ളത്. അപ്പം അന്ന് ഞാൻ ഇവരോട് പ്രോമിസ് ചെയ്താണ്, നമ്മുടെ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ ആദ്യത്തെ ചെക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ ചെക്ക് കൊണ്ട് നിങ്ങളെ ഞാൻ ടൊറന്റോയിൽ കൊണ്ടുപോകാം, നമുക്ക് അടിച്ചു പൊളിക്കാന്നുള്ളത്. അപ്പൊ അന്നത്തെ ആ ഒരു പ്രോമിസിന്റെ ഭാഗമായിട്ടുള്ള ടൊറന്റോ ട്രിപ്പാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ തന്നെ പറയുന്നത്. അപ്പോൾ ഒത്തിരി പറഞ്ഞ ലാഗ് അടുപ്പിക്കുന്നില്ല. നമുക്ക് എന്തൊക്കെയാണ് ഇവർ എഫർട്ട് ഇട്ട് കുറച്ച് കസ്റ്റമൈസ് ചെയ്ത ഗിഫ്റ്റുകൾ എന്നുള്ളതെന്ന് കാണിക്കാം. കുറേ ദിവസങ്ങളായെങ്കിലും ഇത് വീഡിയോയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതുവരെ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് കാണിച്ചാലോ ഗിഫ്റ്റുകളൊക്കെ? ആദ്യത്തെ സാധനം ഞങ്ങള് ഇച്ചിരി ചീസിയാണ്, പക്ഷെ ഇത് ഞങ്ങള് പപ്പയ്ക്ക് വേണ്ടി ഇത് ഞാനും പിങ്കിമോനും കൂടെ വേർഡിങ്സ് ഒക്കെ കൊടുത്ത് ആൾക്കാരെ കൊണ്ട് ട്യൂൺ ചെയ്യിപ്പിച്ച ഒരു പാട്ടാണ്. ഓക്കെ, ഇത് വേണോ? എന്റെ വേർഡിങ്സ്: ക്രൂസിംഗ് ഡൗൺ ദ എൻലെസ് ഹൈവേ, യു ആർ ദ ക്യാപ്റ്റൻ ഓഫ് അവർ ഡ്രീംസ്. ഓ മാറ്റി അവർ പപ്പ, യു ആർ അവർ ഗൈഡിംഗ് സ്റ്റാർ. ഫോർ എവർ യു വിൽ ബി മാറ്റി അവർ പപ്പ, ഫിൽഡ് വിത്ത് ലവ്. ഓക്കെ, നമ്മുടെ ജീവിതത്തിന്റെ കഥകളാണ് മുഴുവൻ ഇതിനകത്ത് പറയുന്നത്. പിന്നെ നമ്മൾ കടന്നുപോയ ഓരോരോ എത്രമാത്രം ബുദ്ധിമുട്ടുകളിലൂടെ ഞങ്ങൾ കടന്നുപോയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ. ഇതിന്റെ അതല്ല അന്നത്തെ ആ ഒരു പരിപാടിയുടെ ഞാൻ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരുക്കിയത് തന്നെ ഈ ഒരു പാട്ടും കൊണ്ടായിരുന്നു. അപ്പം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലൈഫിൽ ഓരോരോ കാര്യങ്ങളും എത്രമാത്രം വന്നു എന്നുള്ള അത് തന്നെ നമ്മളെ വീഴ്ത്തി കേട്ടോ. ഈ അടി തെറ്റിയാൽ ആനയും വീഴുന്ന് പറഞ്ഞാലേ ബാക്കി അപ്പൊ ഒന്ന് കണ്ണീന്ന് വെള്ളം വന്നു. കാരണം എത്രമാത്രം എഫർട്ട് എടുത്തു അല്ലെ, നമ്മുടെ ലൈഫിന്റെ സ്റ്റോറീസ് ആണല്ലോ എന്നുള്ളതൊക്കെ. Cruising down the endless highway, you're the captain of our dreams. Oh Maddie, our papa, you're our guiding star. Through every mile and every trial, you've been near and far. From the roads winding till to dreams and skies. ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് അല്ലെ ഒരു ആപ്പ് ഉണ്ടായിരുന്നു, ബേക്ക് ഓവൻ എന്നോ മ്യൂസിക് ഓവൻ എന്ന് പറഞ്ഞൊരു സംഭവം. അതിനകത്ത് നമ്മൾ ഇത്ര പൈസ കൊടുത്ത് നമ്മുടെ വേർഡിങ്സ് കൊടുത്ത് അവർ നമുക്ക് മ്യൂസിക് ഇട്ട് തരും. 4 അല്ലെങ്കിൽ 5 ടൈപ്പ് മ്യൂസിക് ഇട്ട് തരും, ട്യൂണ്. അപ്പൊ നമ്മൾ റോക്ക് ആണോ അല്ലെങ്കിൽ ഏതാ വേണ്ടേ അതോ അങ്ങനെ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഇച്ചിരി സമയം തരണം. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറയാം. ഏതാണ്ട് $30-40 ആയി. ഓക്കെ, നോ പ്രോബ്ലം. കൃത്യമായിട്ട് പാട്ടിന് $30-40? ഞാൻ പറയാം, അതിന്റെ പൈസ ഇല്ല. Okay. Nothing cheap for you, man. I drew this photo for Papa on Father's Day. Okay. I drew all of this by myself. And then there's this. Wow, Papa, happy Father's Day. ഇതെല്ലാം she's made it from scratch. അതെ. I love you and your fluffy beard. You are the best. Love, Jane. I love you. Thank you, Jane. Wow. ഇത് കാർഡ്ബോർഡിൽ നിന്ന് പിങ്കിമോൻ തന്നെ കട്ട് ചെയ്ത് ഉണ്ടാക്കിയ ഒരു പെയിന്റ് ചെയ്ത ഹാർട്ടാണ്. ഇത് ആരുടെ ഹാർട്ടാ? Our heart for you. ഓക്കെ, ഐ ലവ് യു പപ്പ, ഹാപ്പി ഫാദേഴ്സ് ഡേ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അതുപോലെ തന്നെ ഇന്റർനെറ്റിൽ നിന്ന് ചെയ്ത ഒരു സാധനമാണ്. ഇത് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്, പിങ്കിയുടെയും പപ്പയുടെയും. ടു അവർ സൂപ്പർ ഹീറോ. മാഗ്നറ്റ് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. 2 hour
superhero. Okay. And then since Papa's very interested in cars, he drives a truck. yeah, I made him this, and it has me on it, and green is his favorite color. ഇത് ഇതെന്നാ കാറെ തൂക്കിടാൻ വേണ്ടി. മിററിൽ തൂക്കിയിടാൻ. Rear mirror. Rear view mirror. Okay. And it says I heart you. Oh. And on the back it's drive safe, I love you Papa. Yeah. പിന്നെ കുറച്ച് ഡ്രസ്സസ് ആണ്. അപ്പൊ മമ്മ ഗിഫ്റ്റ് എല്ലാം കണ്ട സ്ഥിതിക്ക് നമുക്ക് ഒരുങ്ങാലോ. ടൊറന്റോയ്ക്ക് പോകണ്ടേ? സമയം പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, എനിക്കൊന്ന് തലപ്പെട്ടി വെട്ടി തന്നെ. അങ്ങനെ ഏകദേശം 1.5 മണിക്കൂർ നേരത്തെ പ്രകടനത്തിന് ശേഷം ഞങ്ങളെല്ലാം ടൊറന്റോ പോകാൻ തയ്യാറായിരിക്കുകയാണ്. ഒരു ദിവസത്തേക്കുള്ള സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ബാഗുകൾ ഉണ്ടോ, 3 ബാഗുകൾ നിറയെ സാധനങ്ങളുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. 2 ദിവസം ഇടാനുള്ള ഡ്രസ്സ്, ഇടയ്ക്ക് അവിടെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനുള്ള ഡ്രസ്സ്, അതൊക്കെയാണ് കാര്യങ്ങൾ. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? റെഡി? Yeah, let's go. അപ്പം നമ്മുടെ ഓൺ ദ വേ ഷെൽബണും ഓറഞ്ച് വില്ലും എല്ലാം പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. എന്നാലും നല്ല നല്ല ചില കാഴ്ചകൾ മാത്രം ഞാൻ കാണിച്ചു തരാം. ഈ സാധനങ്ങളെല്ലാം പുറത്ത് വെച്ചേക്കുന്നുണ്ടോ, ഇതിന് ഗരാജ് സെയിൽ എന്നാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെ പഴയ സാധനങ്ങളെല്ലാം ആന്റിക്സ് എന്നുള്ള നിലയിൽ വിൽക്കാൻ വെച്ചേക്കുക. വിൻറ്റേജ് സാധനങ്ങൾ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലൊക്കെ ഉള്ള പോലെ. അപ്പൊ വേണ്ട നമ്മുടെ പതിവ് റൂട്ടിൽ നിന്ന് മാറ്റി പിടിക്കാൻ ഓർത്തത് നിങ്ങൾ മുമ്പിൽ കണ്ടോ, ഇത് എയർപോർട്ട് റോഡ് എന്ന് പറയുന്ന ഒരു റോഡാ കേട്ടോ. എന്ത് കിടിലനാ നോക്കിക്കേ, ആ മോളിൽ നിന്നുള്ള കാഴ്ച കിടിലനല്ലായിരുന്നു. സ്ഥിരം ഓറഞ്ച് വില്ല് ഷെൽബിളെല്ലാം കാണിച്ച് നിങ്ങൾക്കും ബോറടിച്ച് കാണുമല്ലോ. വീക്കെൻഡ് റൈഡിനൊക്കെ വരുന്ന പല ബൈക്കേഴ്സും പിന്നെ കാറുകാരും ഒക്കെ ഉണ്ടല്ലോ, അവരെല്ലാം ചൂസ് ചെയ്യുന്ന ഒരു റൂട്ടാണ് ഈ എയർപോർട്ട് റോഡ് കേട്ടോ. ഈ ഒരു ഏരിയ എല്ലാം ഹോക്ലി വാലി എന്നും കൂടെ അറിയപ്പെടും. ടൊറന്റോ നഗരത്തിലൂടെ പറപ്പിച്ചോണ്ടിരിക്കുന്ന നീനൂസ് ആണ്. ശ്വാസം വിടുന്നില്ല ഞാൻ. എത്ര ലൈനുള്ള റോഡാ മുന്നിലേക്കുള്ളതെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. നമ്മളിപ്പോ പോകുന്ന കളക്ടേഴ്സിൽ തന്നെ 3 ലൈൻ, എക്സ്പ്രസിലുണ്ട് 4 ലൈൻ, 4, 3, 7 ലൈൻ വൺ സൈഡ്. യങ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു റോഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ യങ് സ്ട്രീറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. യങ് സ്ട്രീറ്റ് ആൻഡ് ഡണ്ടാസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു ഇൻ്റർസെക്ഷനാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മളവിടെ പോകുന്നുണ്ട്. നമ്മുടെ ന്യൂയോർക്കിൻ്റെ അവിടെ ഒത്തിരി പാനൽസ് ഒക്കെ ഉള്ള പോലെ LED ലൈറ്റൊക്കെ ആയിട്ട്. ഇതിപ്പം യങ് സ്ട്രീറ്റ് സൗത്ത്. നിങ്ങൾ കണ്ടോ, അമ്പരചുംബികളുടെ നാടാണ് ടൊറന്റോ. നമ്മുടെ ഈ മൊത്തം കാനഡയിലെ ഏറ്റവും കൂടുതൽ ഹൈറ്റ് കൂടിയ കെട്ടിടങ്ങളെല്ലാം ടൊറന്റോയിലാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയിപ്പോൾ ടൊറന്റോയ്ക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് വാൻകൂവർ ആകാനേ സാധ്യതയുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ടൊറന്റോയാണ് കൂടുതൽ. അപ്പൊ ഈ പറഞ്ഞ പോലെ
ടൊറൻറ്റോ അല്ല കാനഡയുടെ ക്യാപിറ്റൽ ഓട്ടവ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അത് മോൺട്രിയോളിനടുത്തുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഇത്രയും ഈ സ്കൈ സ്ക്രാപ്പേഴ്സ് എന്ന് പറയുന്ന ഇത്രയും വലിയ കെട്ടിടങ്ങളുണ്ടല്ലോ, ആ ഒരു സെറ്റപ്പ് ഒന്നുമില്ല. ഇല്ല കേട്ടോ, ശരിയാ, എൻ്റെ പറച്ചിൽ കറക്റ്റ് ആട്ടോ. കാനഡയിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങളുള്ള സെറ്റപ്പ് ടൊറൻറ്റോ തന്നെയാണ്. കാരണം ഈ സ്കൈലൈൻ്റെ കാര്യത്തിൽ നോർത്ത് അമേരിക്കയിൽ മൂന്നാമത്തത് ടൊറൻറ്റോയാണ്, ഫസ്റ്റ് രണ്ടും അമേരിക്കയിലാണ്. അപ്പോൾ സംഭവം വേറൊന്നുമല്ല, സ്കൈലൈൻ്റെ കാര്യത്തിൽ നോർത്ത് അമേരിക്കയിലെ 3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ന്യൂയോർക്ക്, സെക്കൻഡ് ചിക്കാഗോ, മൂന്നാമത്തത് നമ്മുടെ ടൊറൻറ്റോ. അപ്പോൾ നാച്ചുറലി കാനഡയിലെ ഏറ്റവും വലുത് ടൊറൻറ്റോ തന്നെയാണ്. Press the button for ticket. അങ്ങനെ നമ്മളൊരു പാർക്കിങ്ങിലേക്ക് എത്തിയേക്കാട്ടോ. കഴുത്ത് കുനിച്ചു വെക്കുക വണ്ടിയുടെ മുകളിൽ വെച്ച് ഇടിക്കാതിരിക്കാൻ. ഇതിന്റെ ക്ലിയറൻസ് തീരെ ചെറുതാണേ, നമ്മുടെ വണ്ടി കഷ്ടിച്ച് പോകുന്നുള്ളൂ. റൈറ്റിലേക്ക് പിങ്കി പോലും ഞങ്ങളെല്ലാരും കഴുത്ത് ചുരുക്കി ഇരിക്കും അതിന്റെ പൊക്കം കണ്ടിട്ട്. അങ്ങനെ വേണ്ട, നമ്മള് റിസപ്ഷനിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് വരാം. നിങ്ങൾ ഈ സെറ്റപ്പ് ഉണ്ടോ? ഇത് നമുക്ക് ആളില്ലാതെ തന്നെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാനുള്ള സെറ്റപ്പാണ് ഈ കിയോസ്കുകളെല്ലാം കേട്ടോ. അത് കൊള്ളാം. നമ്മുടെ ടൊറൻറ്റോയിലെ എയർപോർട്ടിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ചെക്ക് ഇൻ ചെയ്യാൻ നമുക്ക് കൗണ്ടറുകൾ ഇല്ലാണ്ട് ഇതുപോലെ നമ്മുടെ പാസ്പോർട്ടെല്ലാം വെച്ച് തന്നെ ചെക്ക് ഇൻ ചെയ്ത് കയറി പോവാം. വേണ്ട, അപ്പോൾ ഇത് തന്നെ നമുക്ക് റൂമിൻ്റെ കാർഡും എല്ലാം തരും. 150 എടുത്തേക്കുന്നത് എന്താ? അങ്ങനെ വേണ്ട, റൂം കാർഡും കിട്ടി. ഓക്കെ, എവിടെ 150 150 ഓതറൈസേഷൻ ഓഫ് 150. ആ എടാ, അതായത് ഓതറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ റൂം റേറ്റ് കൂടാതെ നമ്മുടെ ഈ ഒരു എമൗണ്ട് ഇപ്പോൾ അവർ ഹോൾഡ് ചെയ്തേക്കുക. നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി കഴിയുമ്പോൾ റൂമിനോ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇതിൽ നിന്ന് റീഇംബേഴ്സ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പൈസ നമുക്ക് തിരിച്ചു കിട്ടും. പാർക്കിംഗ് നമുക്ക് പിന്നെ പേ ചെയ്യാം. നമുക്കത് പിന്നീട് ചോദിച്ചു നോക്കാം. ഇറങ്ങാൻ നേരത്ത് നമുക്കത് കാണിച്ചാൽ മതി. ഇന്നിപ്പോ 26ാമത്തെ ഫ്ലോറിലാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത്. ജെയിൻ എക്സൈറ്റഡ്? സൈഡിൽ നിന്ന് എല്ലാം കാണാൻ നോക്കിക്കേ. ഓ മൈ ഗോഡ്. റൂം വ്യൂ നോക്കാം. വാ. ഓ 2672. ജെയിൻ്റെ നടത്തൊക്കെ കണ്ടു. 2672 അങ്ങോട്ടാണ് നോക്കിക്കേ. എത്തിയോ? 2672. Okay. Of course, I want you guys to have the experience. Mainly you, Jane. അവളെ ഹെൽപ്പ് ചെയ്യണേടാ. ആ തുറക്ക്. Yeah. This is awesome. Oh. And put the card, maybe switch on the lights. Oh my god. There is a balcony too? Oh my god. Do we have a balcony? Yes. Wow. തുറക്കാൻ പറ്റുമോ? പക്ഷേ we have a problem. We are not viewing anything. We are viewing a building. കാരണം എന്താ വെച്ചാൽ അവിടെ കൺസ്ട്രക്ഷൻ ഉണ്ടെന്ന് അയാൾ പറഞ്ഞു. ആർക്ക്? എങ്ങനെ? My God, this is so good. അടിപൊളി. എൻ്റെ താഴത്തേക്ക് നോക്കല്ലേ, എനിക്ക് തലവേദന എടുക്കുന്നേ. പെങ്കിമോൻ ഓടി. ഈശോ, ജസ്റ്റ് ഞാനിങ്ങനെ നോക്കി താഴത്തേക്ക് നോക്കി എനിക്ക് തലവേദന എടുത്തടാ പെങ്കിമോനെ. എൻ്റെ ഈശോയെ.
നീന ഇപ്പൊ ചോദിച്ച പോലെ ദൈവമേ ഇത് ലീഗലാണോ അറിയത്തില്ല. തല കറങ്ങാൻ പറഞ്ഞ ഇത്രയും ടോപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ആദ്യമായിട്ടാണ്. Oh my god, this is. എനിക്ക് തല താഴത്തേക്ക് നോക്കല്ലേ, തല ഇറങ്ങുന്നു. നമ്മളാ വന്ന ലിവിൻ മോർ, അതാ ലിവിൻ മോർ കണ്ടോ കുഴി. എടാ പിടിച്ചോണ്ട് നോക്കണേ പിങ്കിമാനെ, എനിക്ക് പേടിയാവുന്നു ഇവിടെ നിക്ക. ഇത് എനിക്ക് ശരിക്കും പേടിയാവും. അത് കണ്ടപ്പോ Look down, it's like dizzy. അപ്പൊ നിങ്ങൾ കണ്ടോ, നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു കിഡിലൻ സിറ്റി വ്യൂ ആയിട്ടുള്ള, അല്ലെ സിറ്റിയുടെ ആ ഡീറ്റെയിൽ വ്യൂ ഇല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു ഷോ ഇത് ബിൽഡിംഗ് ടു ബിൽഡിംഗ് ആണല്ലോ എന്നിട്ട് ഇങ്ങോട്ടൊന്ന് നോക്കി ഞാനിങ്ങനെ ക്യാമറ കൂടെ നോക്കി ചുമ്മാ താഴത്തേക്ക് നോക്കി തലവേദന എടുത്തടാ. എന്തായാലും അടിപൊളി റൂമാണ് കിട്ടിയത്. നമ്മള് ക്വീൻ റൂമാണ് ബുക്ക് ചെയ്തിരുന്നത്. പക്ഷെ നമുക്ക് ഒരു അടിപൊളി മനുഷ്യനായിരുന്നു. തന്നെയല്ല ഇന്ന് തിരക്കില്ലാത്ത ദിവസം ആയതുകൊണ്ട് അയാളെ നമുക്ക് എക്സിക്യൂട്ടീവ് കിങ് റൂമിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്നു ഫ്രീ ആയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും അടിപൊളി വ്യൂ ഒക്കെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇത് പൊളിച്ച് രാത്രി ഇവിടെ ലൈറ്റ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും സൂപ്പർ ആയിരിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ടൊറന്റോ കാണിക്കുന്ന ഈ ഒരു വ്ളോഗ് അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു. This is a tradition for our family. I have to jump on the bed or it just won't sit right. On your mark. Set. Go. Amazing bounciness. 10 out of 10. Mama happy? Yes. ഞാനും എക്സ്ട്രീംലി ഹാപ്പി. ആടിപ്പൊളി. റൂമിന്റെ കാര്യങ്ങൾ കാണിക്കാനാണെങ്കിൽ വേണ്ട ഇവിടെ നമുക്ക് ഐസ് ബക്കറ്റും വെള്ളവും പിന്നെ കോഫിയുടെ സെറ്റപ്പുകളും ജസ്റ്റ് യൂഷ്വൽ ഒരു ഹോട്ടലിൽ കാണുന്ന എല്ലാവിധ സെറ്റപ്പുകളും ഉണ്ട്. And at the front they gave me a little toy. അതെ, ആ ഫ്രണ്ട് ഓഫീസിലെ പയ്യൻ അടിപൊളിയായിരുന്നു, അനീഷ് എന്ന് പറഞ്ഞ ഒരാള്. പക്ഷെ നമ്മുടെ ഇന്ത്യക്കാരനല്ലാന്ന് തോന്നല്ലേ, എനിക്ക് ചൈനീസ് അനീഷാണ്. ചൈനീസോ അല്ലെങ്കിൽ വല്ല മറ്റേ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ വല്ല ആയിരിക്കും, ഇല്ല നേപ്പാളോ അങ്ങനെ വല്ലോ. വീഡിയോ വലിയ കബോർഡാ, 2 rods. കബോർഡും ഉണ്ട്, തീപ്പൊട്ടിയുണ്ട്. നോർമൽ ബാത്റൂം, ഹെയർ ഡ്രയർ, നോർമൽ ഒരു ബാത്റൂം അല്ലേ. Yeah. Love that. ഫാമിലി ഫൺ സോൺ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സെറ്റപ്പ് ഇവിടെ പൂളൊക്കെ ആയിട്ടുണ്ട്. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ ഒരു ഇൻഡോർ സ്വിമ്മിംഗ് പൂൾ ഏരിയ സെറ്റപ്പ് ഉള്ളത് കേട്ടോ. ഫുള്ള് വെള്ളത്തിൽ കളിയാണ്. ഹീറ്റഡ് പൂൾ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ പൂള് വലിയ ഹീറ്റഡ് ഒന്നുമല്ല, എന്നാൽ റൂം ടെമ്പറേച്ചർ. പക്ഷെ തൊട്ടടുത്ത് തന്നെ ഏതാണ്ട് ഒരു ഹീറ്റഡ് ജാക്കുസി ഉണ്ട്. ഏതാണ്ട് നമ്മുടെ വീഗാലാൻഡിലെ പോലത്തെ വാട്ടർ സ്ലൈഡ് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ടെമ്പററിലി ക്ലോസ്ഡ്, അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. ഗൈസ്, നമുക്ക് ഡിന്നർ കഴിക്കാൻ പോകണ്ടേ? അല്ല, അവിടെ 11 മണി വരെയൊക്കെ റെസ്റ്റോറൻറ്റ്സ് ഉള്ളൂ. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് പുറത്ത് വന്ന് നമ്മുടെ റൂമിൽ വന്ന് നമ്മൾ ഫ്രഷായി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടും പിന്നെ പുറത്ത് ചില കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടും നമ്മൾ തയ്യാറായി. അപ്പം നല്ല ആ ഒരു ഗോൾഡൻ അവർ ടൈമാണ്. നല്ല സൺസെറ്റ് ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നമ്മുടെ ഈ ബാൽക്കണി നിന്നുകൊണ്ട് കുറച്ച് ഫ്രെയിംസ് എടുക്കുന്നതെന്ന് കാണിച്ചു തരാവേ. കാരണം വേറൊന്നുമല്ല, നമുക്ക് സമയമുണ്ട്. നീനുസും പിങ്കുമാനും റെഡിയാവുന്നേ ഉള്ളൂ. പിങ്കുമാൻ റെഡിയായോ? ഇവരുണ്ട്. പിങ്കിമാന്റെ ഡിന്നർ കോസ്റ്റ്യൂം ഇതാണ്.